ശമ്പള കുടിശ്ശിക അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിൽ നിലപാട് കടുപ്പിച്ച് ഡോക്ടർമാർ. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ബഹിഷ്കരിച്ച ഡോക്ടർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി. സമരത്തെ അവഗണിക്കുന്നതിലൂടെ സർക്കാരാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. OP ബഹിഷ്കരണത്തിന് പുറമെയാണ് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA നേതൃത്വത്തിൽ അടിയന്തര ശസ്ത്രക്രിയകളും ബഹിഷ്കരിച്ചത്. ഇതോടെ സമരം തുടങ്ങി 4-ാം ദിവസവും രോഗികൾ ദുരിതത്തിലായി. ശമ്പള കുടിശ്ശിക നൽകുന്നതിന് നിയമ തടസ്സമില്ലെന്ന് നിയമോപദേശം ലഭിച്ചിട്ടും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാർ കൂട്ടാക്കുന്നില്ലെന്ന് ഡോക്ടർമാർ കുറ്റപ്പെടുത്തി. ഞങ്ങളുടെ കൂലി തരാനായിട്ട് എന്താണ് ഇത്ര വൈമുഖ്യം? അതോ ബാക്കി എല്ലാവർക്കും കൊടുത്തു? പലപ്പോഴായിട്ട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. ഞങ്ങൾ സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഇത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പൊ എന്തായിരുന്നു ഗവൺമെന്റിന്റെ ഉദ്ദേശം? ഈ മാസം 2-ന് ആരംഭിച്ച OP ബഹിഷ്കരണം സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് മരവിപ്പിച്ചതാണ്. ഡോക്ടർമാരുടെ ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഒരാഴ്ച സാവകാശം ചോദിച്ചിരുന്നു സർക്കാർ. സമയപരിധി അവസാനിച്ചിട്ടും മറുപടി വരാതായതോടെയാണ് ഡോക്ടർമാർ സമരം പുനരാരംഭിച്ചത്. PG ഡോക്ടർമാരും OP ബഹിഷ്കരണ സമരത്തിനിറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചികിത്സ കിട്ടാതെ നെട്ടോട്ടമോടേണ്ട അവസ്ഥയിലാവും പൊതുജനം. മീഡിയ 1 തിരുവനന്തപുരം.